പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ അതിഥി കഴിഞ്ഞ ഒരു ഭാഗത്ത് ഇതേപോലത്തെ ഒരു അതിഥി ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചുവർ പാമ്പ് എന്നാണ്. പക്ഷേ സാധാരണ നമ്മുടെ കേരളത്തിൽ ചുവർ പാമ്പുകൾ അധികം വളരാറില്ല, വളരെ സൈസ് കുറഞ്ഞ് മാത്രമേ വളരാറുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല സൈസ്, നമ്മുടെ തള്ളവിരലിനേക്കാളും സൈസും, തല വന്നിട്ട് പെരുമ്പാമ്പിൻ്റെ അതേപോലത്തെ തലയും ആണ് ഇദ്ദേഹത്തിന്. പക്ഷേ എല്ലാം ചുവർ പാമ്പ്, ചുരുട്ട തന്നെയാണ്. ചുരുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കണ്ണൂർ മലപ്പുറത്തൊക്കെ ചുരുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചട്ടിത്തലയന്മാരെയാണ് ചുരുട്ട എന്ന് പറയുന്നത്, ചുരുട്ട മണ്ഡലികൾ എന്നറിയപ്പെടുന്നത്. പക്ഷേ ചുവർ പാമ്പിൻ്റെ ജനുസാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വയലിലേക്ക് വെള്ളയാണ്, നന്നായിട്ട് കടിക്കുന്നു. പിടിച്ചപ്പോൾ തന്നെ എന്നെ നന്നായിട്ട് കടിച്ചു, നല്ല ആഴത്തിൽ മുറിവുണ്ടായി. പക്ഷേ വെനമസല കണ്ടാൽ ഒരു ഭീകരജീവി എന്ന് തോന്നാം. തല പരന്ന വലിയ തലയാണ്. ചിലപ്പോൾ ചിലർ പറയും അണലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതല്ല. ആ അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുഞ്ഞനതിയാണ്. ഈ ബോട്ടിലാണ് ആ അതിഥി. ഞങ്ങൾ ഇന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഇദ്ദേഹത്തിന് തുറന്നു വിടണമെന്ന് വിചാരിക്കുന്നു. നോക്കുക, നമ്മൾ നേരത്തെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ പരിചയപ്പെടുത്തിയ അതിഥിയുടെ അതേ സെയിം അതിഥിയാണ്. പക്ഷെ നല്ല സൈസ്. സാധാരണ നമ്മുടെ കേരളത്തിൽ ചുവർ പാമ്പിൾ ഇത്രയും വണ്ണം വെക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് കാണാം അടിയിൽ നല്ല വെള്ളയും മേളുവശത്ത് ഇപ്പോൾ ഒരു ചാരത്തിൻ്റെ കളറാണ്. പക്ഷേ ഇദ്ദേഹം കടിക്കുന്നത് നമുക്ക് കാണാം. കടിച്ചാൽ നല്ല ആഴത്തിൽ മുറിവുണ്ടാകും. ആ കടിക്കുന്നത് നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ കടി ഇങ്ങനെയാണ്. അദ്ദേഹം എത്തി കടിക്കുന്നു. നോക്കുക, അദ്ദേഹം കടിക്കുന്നു. അദ്ദേഹം എന്നെ കടിക്കുന്നത് കാണാം. എന്നും പറഞ്ഞ് നിങ്ങളാരും കടി വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാണുക, ഇതാണ് കടി. നന്നായിട്ട് കടിക്കുന്നു. കടിച്ചാൽ മുറിവുണ്ടാവും, ചോര വരും. പക്ഷേ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിങ്ങൾ കാണാം. നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കാണുക. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ പിടിച്ചതിന് ശേഷം ഞാൻ ഓർത്തി കാണിക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു സൈലൻ്റ് ആവുന്നില്ല. വീണ്ടും കടിച്ചു. ചുമ്മാ കടിക്കുന്നു. ചുമ്മാ നന്നായിട്ട് ഒത്തിരി പല്ലുകളുണ്ട്. നന്നായിട്ട് മുറിവുണ്ടാവും. ഭയപ്പെടേണ്ടതില്ല. കടിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോഷൻ നല്ല സ്മെല്ലാണ്. പക്ഷേ കടിച്ചെന്ന് പറഞ്ഞ് വേറെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ ഇതാണ് പറ കടിക്കുന്നു. ഇനി ഇദ്ദേഹത്തിന് നമുക്ക് തലയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസിൽ തരാം. കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നോക്കുക, കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുമ്പാമ്പിൻ്റെ തലയും, പെരുമ്പാമ്പിൻ്റെ അതേ ഷേപ്പ് തലയും, കണ്ണ് പെരുമ്പാമ്പിൻ്റെ അതേപോലത്തെ കണ്ണ്, അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന കണ്ണാണ്. കവിള് നല്ല വീർപ്പാണ്. അത് പെരുമ്പാമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ പെരുമ്പാമ്പിൻ്റെ ജനുസൊന്നുമല്ല, ഇത് മറ്റൊരു സ്പീഷീസാണ്. കാണുക, കണ്ടാൽ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ കവിള് വീർത്തിരിക്കുന്നതുകൊണ്ട് വെനം ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. മൂക്കിൻ്റെ സ്ഥാനത്ത് ഹോളുണ്ട്. അതുപോലെ കളർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പരിചയപ്പെടുത്തിയ അതിഥിയുടെ അതേ കളറാണ്. പകുതി വരെ വരകളുള്ളൂ. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് വാലിൻ്റെ അഗ്രത്തേക്ക് വരകളില്ല. നല്ല മുറിവ്. സാധാരണ ചുവർ പാമ്പ് കടിച്ചാൽ മുറിവുണ്ടാകത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റം നന്നായിട്ട് മുറിവുണ്ട്. കാരണം ഇത് നല്ല സൈസ് കൂടിയുണ്ട്, വലിയ പല്ലുകളുണ്ട്. കാണുക, ഇതിനെ തിരുവിതാംകൂർ ഒരച്ചുരുട്ട എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഈ വരകൾ അന്ന് പരിചയപ്പെടുത്തിയ അതേ പാമ്പ് തന്നെയാണ്. കാണുക, ഇദ്ദേഹത്തിൻ്റെ കടി നമ്മുടെ പ്രേക്ഷകരുടെ പരിചയത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഏറ്റാൽ ഒരു കാരണവശാലും പേടിക്കാതിരിക്കുക. ഇത് നോൺ വെനമസ് ആയ ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പാണ് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോഷൻ, ഇത് വാലിന് നീളമുണ്ട്. ഇതിൻ്റെ മോഷൻ പോകുന്ന ഏരിയ ഇതാണ്. അതുപോലെ ഫീമെയിൽ തല, വലിയ തലയാണെങ്കിലും ഫീമെയിൽ പെണ്ണാണ്. പെൺ അതിഥിയാണ് ഇദ്ദേഹം. ഏകദേശം ഒരു 14ഓളം മുട്ടകളിടാനുള്ള ഒരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട്. കടിക്കുന്നു, നന്നായിട്ട് മടങ്ങി വന്ന് കടിക്കുന്നു. ചെറിയ എലിക്കുഞ്ഞിന് സാധാരണ ഇദ്ദേഹത്തിൻ്റെ ഈ ചുവർ പാമ്പുകളുടെ ഭക്ഷണം പല്ലിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ചെറിയ എലിയൊക്കെ പിടിക്കാൻ കഴിയും. ചുമ്മാ കടിക്കുന്നു എന്നുള്ളതാണ്. നോക്കിയതാണ്, ചുമ്മാ കടിക്കുന്നു, ചുമ്മാ വെറുതെ കടിക്കുകയാണ് ഇദ്ദേഹം. ഈ അടിവശം, വയറിൻ്റെ അടിവശം കണ്ടാൽ അറിയാം, തനി വെള്ളയല്ല. തലയുടെ മുതൽ ശരീരത്തിൻ്റെ പകുതി വരെ മാത്രമേ വെള്ളയുള്ളൂ. ബാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞയും വെള്ളയും കൂടി കലർന്നൊരു കളറാണ്. ആ മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റു പ്രത്യേകത, ഇപ്പോൾ ചട്ട
സ്കിൻ ഷെഡ് ചട്ട പൊഴിക്കാറായിരിക്കുകയാണ്. അതുപോലെ മറ്റ് നമ്മുടെ ചുവർപ്പാമ്പുകളെ പോലെ അല്ല ഇദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ തല വലിയ തലയാണെന്ന് പറഞ്ഞു, ചാടി കടിക്കുന്ന ഒരു പ്രവണതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്തിരിക്കുന്നത് ചോര, അത് പാമ്പിൻ്റെ ദേഹത്ത് മുറിവുണ്ടായെന്നല്ല, എൻ്റെ കൈയുടെ അദ്ദേഹം കടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മുറിവുണ്ടായ ചോരയാണത്. അത് ഞാൻ നേരത്തെ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ മോഷനും യൂറിനൊക്കെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ഈ കാണുന്ന ഏരിയയാണ്, ഈ ഓപ്പണിംഗാണ്, ഇവിടെയാണ്, ഈ ഒരു ഓപ്പണിംഗാണ്. ഇദ്ദേഹത്തിൻ്റെ സ്കിന്നിൻ്റെ മേളിലെ സ്കിന്നിൽ ഈ ഡൈസ് ചെറിയ ഈ പൊടി ചട്ട പൊടിച്ച് ഈ ശൽക്കങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് ഇപ്പോൾ നല്ല വെള്ള ചട്ടയായിരിക്കും, ശൽക്കങ്ങളായിരിക്കും. ഈ മേളുവശത്ത് കാണുന്നത് ചേരയുടെ അതേ ഡിസൈനാണ്, ഡൈസിൻ്റെ ഡിസൈനാണ് ഈ ശൽക്കങ്ങളിൽ കണ്ടുവരുന്നത്. കോബ്രയ്ക്കാണെങ്കിൽ മുറുക്കനാണെങ്കിൽ അത് ഓവൽ ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മറ്റ് ചുവർപ്പാമ്പുകളുടെ ഭക്ഷണം പല്ലിയെ പിടിക്കലായിരുന്നു. എലിയൊക്കെ ഇദ്ദേഹത്തിന് ഒരുവിധം വലിയ മുഴുത്ത എലിയൊക്കെ പിടിക്കാൻ ഇദ്ദേഹത്തിന് നല്ല സൈസ് ഉണ്ട്. ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അമ്മമാർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റുള്ള അവർ ചിലപ്പോൾ പേടിച്ചു പോകും. നല്ല പെയിൻ ഉണ്ടാകും. കാരണം ചുവർപ്പാമ്പ് കടിക്കുമ്പോഴത്തെ ഒരു വേദനയല്ല, ഇത് വലിയ തലയും വലിയ വായും കൊണ്ട് ഒത്തിരി പല്ലുകളുള്ളതുകൊണ്ട് നല്ല ആഴത്തിലേക്ക് കടിച്ച് മുറിവേൽപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. അതാണ് എൻ്റെ കയ്യിൽ ഏകദേശം 10-ലേറെ പ്രാവശ്യം കടിച്ചു. കടിച്ചപ്പോൾ നിങ്ങൾ മുറിവ് ചോര വരുന്നത് കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ കടികളെല്ലാം കൂടി ഞാൻ വാങ്ങിയത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2-2.5 ലക്ഷം കടികളായി കാണുമെന്നാണ് എൻ്റെ ഒരു പാമ്പിനെ കൊണ്ട് തന്നെ 10, 25, 30, 40 പ്രാവശ്യം സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വെനമസ് അല്ലാത്ത പാമ്പുകളെ കൊണ്ട് ചുമ്മാ കയ്യിൽ കടി വാങ്ങിക്കുന്നു. പക്ഷേ അതൊരു രസമല്ല, വേദന ഉണ്ടാകുന്നു. പക്ഷേ എന്നാലും ഞാൻ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരുപാട് കടി വാങ്ങിക്കുന്നു. അപ്പോൾ 2 ലക്ഷത്തിന് മേളിൽ കടികളേറ്റ് കാണുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. കാരണം ഇപ്പം തന്നെ ഈ പാമ്പിനെ പിടിച്ചപ്പോൾ തന്നെ ഏകദേശം 10-15 പ്രാവശ്യം കടിച്ചു. അതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പിടികൂടിയപ്പോൾ തന്നെ അത് പറവറ എൻ്റെ കയ്യിലേക്ക് കടിച്ചു. അതുപോലെ നമ്മുടെ ക്യാറ്റ്സിനേക്ക് ഏകദേശം 10-12 പ്രാവശ്യം എൻ്റെ കയ്യിൽ കടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കൊമ്പേരി എന്ന് പറയുന്ന ആ വില്ലുന്നി എന്ന് പറഞ്ഞ നോൺ വെനമസ് ആയ പാമ്പിനെ കൊണ്ട് ഞാൻ എൻ്റെ മുഖത്തൊക്കെ കടിപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം, 100 കണക്കിന് പ്രാവശ്യം. അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാരണം ഇതേപോലെ പാമ്പുകളെ കടിപ്പിക്കാൻ സമയം സാധാരണ കയ്യിലൊക്കെയാണ് കടിക്കാൻ ശ്രമിക്കാറില്ല, കടി വാങ്ങിക്കാൻ ശ്രമിക്കാറ്. പക്ഷേ ഈ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞാനൊരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെരുമ്പാമ്പിനെ പിടിച്ചിട്ട് ഇങ്ങനെ വെനമസ് അല്ല നോൺ വെനമസ് ആണെന്ന് പറഞ്ഞിങ്ങനെ അടുത്ത് ഇങ്ങനെ ഊതുന്നിടയ്ക്ക് അത് താടിയിലേക്ക് കടിച്ച്, ആ താടിയിലേക്ക് കടിച്ചത് എൻ്റെ ചുണ്ടിലാണ് കടി കൊണ്ടത്. നല്ല മുറിവുണ്ടാകുകയും ബ്ലഡ് വരികയൊക്കെ ചെയ്തു. എന്തായാലും അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിന് പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേട്ടാ ഈ പാമ്പിന് വെനമുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും അത്രയ്ക്ക് ധൈര്യമുണ്ട് ചേട്ടാ എന്നെ ഒന്ന് കളിപ്പിച്ച് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ പാമ്പിനെ, കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പ്, അതിനെക്കൊണ്ട് അദ്ദേഹത്തിനെ കടിപ്പിച്ചു. ഒന്നും സംഭവിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമും ഞാനും എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് അടുത്ത് തന്നെയാണ്. എന്തായാലും നമ്മൾ ആ സമയം അരമണിക്കൂർ പോലെ എടുത്ത് നമ്മളിവിടെ എത്തി. അതിഥി ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അതാരാണ്. അതിൽ നിന്ന് വല്ല രാജവെമ്പാലായിട്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സമയം നമുക്ക് നോക്കാം അതിഥി ആരാണ്, രാജവെമ്പാലാണോ മൂർഖനാണോ ശങ്കുരൻ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ വന്നു, കണ്ടു, കീഴടക്കിയില്ല, കീഴടക്കാൻ പോകുന്നു. കണ്ടു, അതിഥിയെ കണ്ടു. ആ അതിഥി രാജവെമ്പാല അല്ല, മൂർഖൻ
അല്ല, ശംഖുവരലിനും ഒന്നുമല്ല. വെള്ളത്തിൽ ജീവിക്കുന്ന ഹീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന, നീർക്കോലി എന്നറിയപ്പെടുന്ന, നമ്മുടെ അമ്മമാർ മുത്തശ്ശിമാർ പറയും നീർക്കോലി എന്ന് നീർക്കുളം എന്നൊക്കെ പറയുന്ന അതിഥിയാണ്. ആ അതിഥിയാണ് ഇതാ ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഈ ഓടയിൽ റെസ്റ്റ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് വാട്ടർ സ്നേക്കുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് ഇതേ കളറിൽ കിട്ടുന്നത് വളരെ അപൂർവമാണ്. എന്തായാലും നമുക്ക് കണ്ടു കഴിഞ്ഞാലൊരു വെറൈറ്റി വേണമെങ്കിൽ, പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ പറയും ഇതൊരു വെറൈറ്റിയാണ്, ഇതെന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്ന് പറയും. പക്ഷേ ഇദ്ദേഹം അതൊന്നുമല്ല. ഹീൽ ബാക്ക് സ്നേക്ക് എന്ന് ഇംഗ്ലീഷ് അറിയപ്പെടുന്ന, സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന, നീർക്കോലി എന്ന് നീർക്കുളം എന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു. എന്തായാലും ഈ അമ്മ നീർക്കോലി, ഇതൊരു ഫീമെയിൽ, കണ്ടാൽ ചുണ്ട് കണ്ടാൽ ചുണ്ട് കൂർത്തിരിക്കുന്നു, ചെറിയ നീർക്കോലിയാണ്. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ അതിഥി. ഇദ്ദേഹം വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന പാമ്പ് തന്നെയാണ്. വെള്ളം നിർബന്ധമില്ല. വീട്ടിലെ അടുക്കളയുടെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ കിച്ചൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും അവിടെ ഇദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇദ്ദേഹം കടിക്കുന്നു, നന്നായിട്ട് കടിക്കുന്നു. 86 പല്ലുകളുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ ബോഡി വികസിപ്പിക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ബോഡി ഇങ്ങനെ, ഇതൊരു ഫീമെയിലാണ് കേട്ടോ. ഈ വർഷം മുട്ടയിട്ട പാമ്പാണ് ഇദ്ദേഹം. ഈ പരിസരത്ത് എവിടെയോ വെള്ളമുള്ള സ്ഥലത്ത് മുട്ടയിട്ട അതിഥിയാണ് ഇദ്ദേഹം. കാണാം നമുക്ക് ബോഡി ഇങ്ങനെ പരത്തിയിട്ട് രാജവെമ്പാല എണീക്കും പോലെ ഇങ്ങനെ എണീറ്റ് വരുന്നു. കാണുക, പെട്ടെന്ന് കടിക്കുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിനുണ്ട്. കാണാം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ അടിവശത്തെ ഈ ശൽക്കങ്ങൾ ഇങ്ങനെ നോക്കാം. നീളവശം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നീർക്കോലിക്ക് ഈ കറുത്ത ബാൻഡ് ഇങ്ങനെ കാണത്തില്ല. സാധാരണ ഇങ്ങനെ ഈ കറുത്ത ബാൻഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറൊരു പേരുടെ പറയും ആറ്റുവായൻ എന്നറിയപ്പെടും. ആറ്റുവായൻ എന്ന് പറയുന്നത് നമ്മുടെ അനാക്കോണ്ടയുടെ ജനുസാണ്. അതല്ല അതും വാട്ടർ സ്നേക്ക് തന്നെയാണ്. ഇത് സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന നീർക്കോലി. നല്ല ഷാർപ്പായിട്ടുള്ള വാലാണ്. ഇതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സൈസിൽ കിട്ടിയിട്ടില്ല. ഇതിൽ ചെറിയ നീർക്കോലികളെ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇത്രയും സൈസിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അപൂർവം. നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിന് തന്നെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിന് തന്നെ ഇത് ഒരു അപൂർവം യാത്രയാണ്. എന്തായാലും അധികം യാത്ര ചെയ്യേണ്ടി വന്നില്ല, വളരെ കുറച്ച് മാത്രമേ യാത്ര ചെയ്യേണ്ടി വന്നു. നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു ചേട്ടനിവിടെ വടിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇദ്ദേഹം കണ്ടില്ലായിരുന്നു, ഇപ്പോൾ അതിനെ ടച്ച് കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കണ്ടോടനെ പറഞ്ഞു എന്തായാലും സുരേഷിനെ വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന ഒരു അതിഥി, ഒരാളാണ് നമ്മുടെ ഈ പാമ്പിനെ പിടിക്കാനെ നമ്മൾ വിളിച്ച സാറ്. എന്തായാലും അദ്ദേഹം വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പോൾ ടച്ച് കൊന്ന് എപ്പോഴേ തോട്ടിലെറിഞ്ഞാനെ. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാക്കിയില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. പന്തളത്തിനടുത്ത് KSRTC ബസ് സ്റ്റാൻഡിന് കഴിഞ്ഞ് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഒരു പെൺ നീർക്കോലി, സ്മൂത്ത് വാട്ടർ സ്നേക്ക് അഥവാ ഹീൽ ബാക്ക് സ്നേക്ക് എന്ന് ഇംഗ്ലീഷ് അറിയപ്പെടുന്ന അതിഥിയെ പിടിവിടാൻ കഴിഞ്ഞു. പിടിവിടാൻ കഴിഞ്ഞതിലല്ല, നമ്മുടെ പ്രോഗ്രാമിലൂടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് പുതിയ അതിഥികളെ പരിചയപ്പെടുത്താനുള്ളൊരു അവസരമാണിത്. അല്ലെങ്കിൽ പരിചയപ്പെടാനുള്ള അവസരമാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആൾക്കാർ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് സുരേഷ് ചേട്ടാ നീർക്കോലി വരുന്നില്ല, ചുവർപ്പാമ്പ് വരുന്നില്ല, ഒന്നിനെയും കാണുന്നില്ലല്ലോ. എന്തായാലും നല്ല ഒരു നീർക്കോലിയാണ്.
ഈ നീർക്കോലിക്ക് ഇപ്പോൾ എനിക്കൊരു കുഴപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നീർക്കോലി നമുക്ക് മലയാളം പറഞ്ഞ് പഠിപ്പിക്കാനാണ്, തിരുവനന്തപുരത്തെ ഭാഷ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയില്ല. ഇവർ ഇത്തിരി വള്ളിയും പുള്ളിയൊക്കെ ചേർത്താണ് ഇവിടെ സംസാരിക്കുന്നത്, പത്തനംതിട്ട ജില്ല ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വെഞ്ഞാറമൂട് സുരാജ് സാറ് പറയുമ്പോൾ നല്ല പിള്ളേ എന്തരപ്പി എന്ന് പറയുമ്പോഴത്തെ ഭാഷയൊന്നും അല്ല, നല്ല മലയാളം തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഈ ചെറിയ കിറ്റിലാക്കുന്നു. ചെറിയ കിറ്റിലാക്കുക മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മുടെ ഇതിനെ തല്ലിക്കൊല്ലാനായി ആൾക്കാർ ശ്രമിച്ചപ്പോൾ തന്നെ ശ്രീമാൻ ഇദ്ദേഹം ഷാനവാസ് എന്ന് പറയുന്ന സാറ് പെട്ടെന്ന് എൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ച്, സാർ ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് അതിനെ രക്ഷിക്കണം എന്ന ചിന്തയുണ്ടായത് നമ്മുടെ പ്രോഗ്രാം കാണുന്നതുകൊണ്ടാണ്. എന്തായാലും അദ്ദേഹത്തിനും ഇവിടെ കൂടിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഈ വീട്ടിൻ്റെ ഓണർക്കും എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കോളുകൾ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേ ഇനിയും ഒരുപാട് അതിഥികളെ കൈകാര്യം ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് എത്തിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സ്നേക് മാസ്റ്റർ ടീമും ഞാനും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387979441.